നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എവിടെ ലെസ് ദാൻ എടുക്കണം എവിടെ ഗ്രേറ്റർ ദാൻ എടുക്കണം എന്ന് ഇത് വെച്ച് നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് എ ബീം ഈസ് 500 ന്യൂട്ടൺ. അതായത് ആ ബീം ഫെയിൽ ആവണമെങ്കിൽ അതിൽ 500 ന്യൂട്ടൺ അപ്ലൈ ചെയ്യണം. ലോഡ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 300 ന്യൂട്ടണാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 150 ന്യൂട്ടണാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് റിലയബിലിറ്റി ഓഫ് ദ ബീം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ആലോചിക്കാനുള്ളത്? റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബീം ഫെയിൽ ആവാൻ പാടില്ല. ഫെയിൽ ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇത് ഫെയിൽ ആവാത്തത്? 500 ന്യൂട്ടണ് താഴെയാണ് അതിൽ ആക്ട് ചെയ്യുന്ന ലോഡെങ്കിൽ ആ ബീം ഫെയിൽ ആവില്ല. അപ്പോൾ അതിനുള്ള പ്രോബബിലിറ്റി തന്നെയാണ് അതിൻ്റെ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 500 ന്യൂട്ടണ് താഴെ ആവാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും ഈ ബീമിൻ്റെ റിലയബിലിറ്റി. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? റിലയബിലിറ്റി ഈക്വൽ ടു പി ഓഫ് ഫോഴ്സ് ലെസ് ദാൻ 500 എന്നെനിക്ക് എഴുതാൻ പറ്റും. ഇവിടെ ലെസ് ദാൻ വന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 500 ന്യൂട്ടന് താഴെ ആയിരിക്കണം അതിൻ്റെ ലോഡ്, എങ്കിലല്ലേ ആ ബീം ഫെയിൽ ആവാതിരിക്കും. ആ ഒരു പ്രോബബിലിറ്റിയാണ് ഇവിടെ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഫെയിൽ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണല്ലോ ബേസിക്കലി റിലയബിലിറ്റി. അതുകൊണ്ടാണ് അവിടെ ലെസ് ദാൻ വന്നത്. അപ്പോൾ ഞാൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പി ഓഫ് എഫ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്താണ് ലെസ് ദാൻ 500 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നു. ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഓഫ് എഫ് മൈനസ് മ്യൂ ബൈ സിഗ്മ, ഇതിനെ ഞാൻ എന്ത് വെച്ച് എഴുതി? ഇസഡ് എന്ന് എഴുതി. ഇത് ലെസ് ദാൻ ഇട്ടു. ഈ 500 മൈനസ് മ്യൂ എത്രയാണ്? മീൻ 300 ബൈ സിഗ്മ എത്രയാണ്? 150 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? പി ഓഫ് ഇസഡ് ലെസ് ദാൻ 200 ഡിവൈഡ് ബൈ 150 അതെത്രയാണ്? 1.33 ആണ് ആ വരുന്ന വാല്യൂ. അപ്പോൾ ഈ പി ഓഫ് ഇസഡ് ലെസ് ദാൻ 1.33 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചാർട്ടിൽ നോക്കാം. അപ്പോൾ ചാർട്ടിൽ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന ചാർട്ട് ഏതാണ്? എൻ്റെ കയ്യിലിരിക്കുന്ന ചാർട്ട് പറയുന്നത് ഈ റീജിയണാണ്. അതായത് ഗ്രേറ്റർ ദാൻ വരുന്ന റീജിയണാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ചാർട്ട് പറയുന്നത്. അല്ലാത്ത ചാർട്ട് ലെസ് ദാൻ ഉള്ള ചാർട്ടാണെങ്കിൽ അതിന് വേറെ രീതിയിലായിരിക്കും നോക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ചാർട്ട് ഞാൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു തൊട്ട് മുമ്പ്. എന്ന് വെച്ചാൽ ആർ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്ത ചാർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ആവശ്യമുള്ളത് ലെസ് ദാനാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ചാർട്ട് ഗ്രേറ്റർ ദാനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ 1.33ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാൻ എന്തായാലും നോക്കും. 1.33 അവിടെ 1 ദേ കിടക്കുന്നു. തൽക്കാലം 1.3 ദേ കിടക്കുന്നു. 0.03 ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കറസ്പോണ്ടിങ് ചെയ്ത് 0.0918 ആണ് എനിക്ക് വന്നിരിക്കുന്നത്. 0.0918 ഞാനിവിടെ നോട്ട് ചെയ്തു. ഇത് എന്താണ്? ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ് എൻ്റെ ചാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ വാല്യൂ. കാരണം എൻ്റെ ചാർട്ട് അങ്ങനത്തെ ചാർട്ട് ആയതുകൊണ്ട് അതെങ്ങനെ മനസ്സിലായാലും തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ചാർട്ടിൽ നിന്ന് കിട്ടിയത് 0.0918, അത് ഗ്രേറ്റർ ദാൻ. എനിക്ക് വേണ്ടത് ഏതാണ്? ലെസ് ദാൻ ആണ്. കാര്യം ഇവിടെ ലെസ് ദാൻ സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 1 മൈനസ് 0.0918 ചെയ്യും. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടും. അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഫൈനൽ ആൻസർ, അതായത് നമ്മുടെ ബീമിൻ്റെ റിലയബിലിറ്റി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു ബൾബുണ്ട്. ആ ബൾബിൻ്റെ ലൈഫ് സ്പാൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടറാണ്. അതിൻ്റെ മീൻ 5 വർഷം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 വർഷം. ഫൈൻ ദ റിലയബിലിറ്റി ഫോർ 6 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് കുറച്ച് ഡിഫറെൻറ്റാണ്. ഒരു ബൾബിൻ്റെ ലൈഫ് സ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഫോർ 6 ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആ ബൾബ് 6 വർഷത്തേക്ക് അത് ചീത്തയാവാൻ പാടില്ല. 6 വർഷത്തേക്ക് ചീത്തയാവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, 6 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആ ബൾബ് പ്രവർത്തിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എനിക്ക് എന്താ എഴുതാം? റിലയബിലിറ്റി ഈക്വൽ ടു 6 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 6 ആണ്. മനസ്സിലായി? 6 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിക്കണം എങ്കിലാണ് അതിൻ്റെ റിലയബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ, മനസ്സിലായി? തൊട്ട് മുമ്പ് ഇവിടെ ലെസ് ദാൻ ആണ് വന്നത്, ഇവിടെ എനിക്ക് ഗ്രേറ്റർ ദാൻ ആണ് വന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ എഴുതാം? നേരത്തെ പോലെ ടി മൈനസ് മ്യൂ ബൈ സിഗ്മയല്ലേ വരുന്നത്. ഇവിടെ മ്യൂ എത്രയാണ്? ടി മൈനസ് 5 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഗ്രേറ്റർ ദാൻ 6 മൈനസ് 5 ബൈ 2. അതായത് എനിക്ക് എന്തെന്ന് എഴുതാം? പി ഇവിടെ ഇത് വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഗ്രേറ്റർ ദാൻ 6 മൈനസ് 5 അതായത് 1/2 0.5. പി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0.5 എന്ന് എനിക്ക് എഴുതാം.
അപ്പോൾ ഞാൻ പിന്നെയും ചാർട്ട് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ ചാർട്ടിലിരിക്കുന്ന ഓൾറെഡി ഗ്രേറ്റർ ദാൻ്റെ വാല്യൂ തന്നെയാണ്. ഇവിടെ എനിക്ക് ആവശ്യമുള്ളതും ഗ്രേറ്റർ ദാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ വാല്യൂ എഴുതാം. P(z) ഗ്രേറ്റർ ദാൻ 0.5 എത്രയാണ്? 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ 0.3085 ആണ്. 0.3085 ആണ് എനിക്ക് 6 വർഷത്തേക്ക് ഈ ബൾബിനുള്ള റിലയബിലിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്.